അയോധ്യയിൽ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ മഹോത്സവം രാമക്ഷേത്രത്തിലെ ശ്രീരാമയന്ത്രം പ്രതിഷ്ഠാ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം സദ്ഗുരു ശ്രീ മാതാമൃതാനന്ദമയി ദേവി വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളും ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കൊല്ലം അമൃതപുരിയിൽ നിന്നും പ്രത്യേക ട്രെയിനിൽ രാമജന്മഭൂമിയിലെത്തിയ അമ്മയും ഭക്തരും ഇന്നലെ സരയൂ നദീതീരത്ത് പ്രത്യേക ധ്യാനവും ഭജനയും നടത്തിയിരുന്നു. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൻ നൽകും. ജിഷ്ണു, ധന്യ നിമിഷത്തിനാണ് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെയാണ്? അശ്വതി, ഗുഡ് മോർണിംഗ്. അയോധ്യയിൽ രാമജന്മഭൂമി ഒരു പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ നിറവിലാണുള്ളത്. ഇന്ന് ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കും. അതിനുവേണ്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമു 11 മണിയോടുകൂടിയാണ് അയോധ്യയിലേക്ക് എത്തുന്നത്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി 2 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ശ്രീരാമ ജന്മഭൂമിയിലെത്തിയിരുന്നു. ഇവിടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് അമ്മയും ഭക്തരും ഈ ശ്രീരാമ ജന്മഭൂമിയിൽ എത്തിയിട്ടുള്ളത്. ഇന്നത്തെ ചടങ്ങുകൾ പരിശോധിക്കുമ്പോൾ 11 മണിയോടുകൂടി തന്നെയാണ് ആ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. പ്രത്യേക പൂജകൾ നടക്കും. 51 ആചാര്യന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക ചടങ്ങുകൾക്ക് ശേഷം 11:55 മുഹൂർത്തത്തിനായിരിക്കും ശ്രീരാമക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുക എന്നുള്ളതാണ് നിലവിൽ ട്രസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. ആ ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം വിശിഷ്ടാതിഥിയായി അമ്മയും പങ്കെടുക്കും. കൂടാതെ ഈ 51 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആ ചടങ്ങുകൾക്ക് കാശിയിലെ ആചാര്യനായിട്ടുള്ള ഗണേശ്വർ ശാസ്ത്രി ദ്രാവിഡാണ് ആ കാർമ്മികത്വം വഹിക്കുക. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിൽ 51 ആചാര്യന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രത്യേക പൂജകളുടെ പരിസമാപ്തിയിലായിരിക്കും ആ ശ്രീരാമയന്ത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. കൂടാതെ ആ ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള 400ഓളം നിർമ്മാണ തൊഴിലാളികളെ ഈ ചടങ്ങുകൾക്ക് ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു നേരിട്ട് ആദരിക്കും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇന്ന് നടക്കാനുള്ളത് കേന്ദ്ര സംസ്കൃതം സർവകലാശാല സമ്മാനിച്ച 400 വർഷം പഴക്കമുള്ള വാൽമീകി രാമായണത്തിന്റെ കയ്യെഴുത്തു പ്രതി പുതിയ ശ്രീരാമ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും. അത്തരത്തിലുള്ള ചടങ്ങുകളാണ് ഇന്ന് നടക്കാനുള്ളത്. അതിനുവേണ്ടി അയോധ്യ പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞു. എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഞാനിപ്പോഴുള്ളത് അയോധ്യയിലെ ലതാ മങ്കേഷ്കർ ചൗക്കിലാണ്. ഇവിടെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് കടക്കുന്ന കവാടത്തിന് തൊട്ടു മുൻപുള്ള ശ്രീരാമക്ഷേത്രത്തിന്റെ കവാടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലതാ മങ്കേഷ്കർ ചൗക്കിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെയും എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. 11 മണിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ആ ചടങ്ങിന് വേണ്ടി എത്തും. അമ്മയുൾപ്പെടെ ഭാരതത്തിന്റെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ചടങ്ങിലുണ്ടാകും. യു.പി. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കൂടാതെ കാശിയിലെ ആചാര്യനായിട്ടുള്ള ഗണേശ ശാസ്ത്രി ദ്രാവിഡ്, കർണാടകയിലെ ധർമ്മസ്ഥല ക്ഷേത്രത്തിന്റെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡെ, RSS സർക്കാരുവ ദത്താത്രേയ ഒസബളെ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട 7000ഓളം അതിഥികൾ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനായി എത്തും. അത്തരത്തിലൊരു ആത്മീയ ചടങ്ങ്, പ്രൗഢഗംഭീരമായ ചടങ്ങിനാണ് അയോധ്യ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നത്. നേരത്തെ നമുക്കറിയാം 2024 ജനുവരിയിലായിരുന്നു അയോധ്യയിൽ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ശ്രീരാമ ജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത്. അതിനുശേഷം ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം ആ ക്ഷേത്രത്തിന്റെ 1ാം നിലയിൽ രാം ദർബാറിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു യജമാന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തിയത്. പിന്നീട് ക്ഷേത്രത്തിന്റെ 1ാം നിലയിൽ രാം ദർബാർ, അതായത് സീതാസമേതനായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രാം ദർബാറിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ നടന്നു. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമയന്ത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുന്നത്. അതിന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യമുണ്ടാകും. ഒപ്പം സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഉൾപ്പെടെ രാജ്യത്തെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികൾ ആ വിശിഷ്ട ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. അമ്മ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലായിരിക്കും ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുക. ശേഷം പൊതുപരിപാടിയുണ്ട്. അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും അമ്മയും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെയുള്ളവർ സംസാരിക്കും. 11 മണിയോടുകൂടിയായിരിക്കും രാഷ്ട്രപതി എത്തുക. നിലവിൽ ലഭിച്ച അറിയിപ്പുകൾ പ്രകാരം 11:55 ആയിരിക്കും ആ ശുഭമുഹൂർത്തം
മുഹൂർത്തത്തിലായിരിക്കും ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക. ഈ ചടങ്ങുകൾക്ക് വേണ്ടി 2 ദിവസം മുൻപേ തന്നെ അമ്മയും ഭക്തരും മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ഉൾപ്പെടെയുള്ളവർ കേരളത്തിൽ നിന്ന് പ്രത്യേക ട്രെയിനിലാണ് ശ്രീരാമ ജന്മഭൂമിയിലെത്തിയത്. കഴിഞ്ഞ ദിവസം രാംലല്ലയുടെ ദർശനം നടത്തി. ഇവിടെ ബിർള മന്ദിർ മുതൽ ശ്രീരാമക്ഷേത്രം വരെയും പ്രത്യേക ഭജനയോടുകൂടിയായിരുന്നു അമ്മയും ഭക്തരും രാംലല്ലയുടെ ദർശനം നടത്തിയത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് സരയൂ തീരത്ത് അമ്മയുടെ നേതൃത്വത്തിൽ പ്രത്യേക സത്സംഗം നടന്നു. അവിടെ ധ്യാനവും ഭജനയും നടന്നു. അതിലും ആയിരക്കണക്കിന് ഭക്തരും അയോധ്യ നിവാസികളും പങ്കെടുത്തു. അത്തരത്തിൽ അമൃത പുണ്യം ഇവിടെ രാമജന്മഭൂമിയിൽ നുകരുകയാണ്. ഇന്ന് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ നടക്കുന്ന ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉണ്ടാകും. കൂടാതെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, UP ഗവർണർ, RSS സർക്കാർ ദത്താത്രേയ ഹൊസബളെ, കൂടാതെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളായിട്ടുള്ള 400ഓളം തൊഴിലാളികളും ഈ ശുഭചടങ്ങിന് പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. അശ്വതി.